ഓക്കെ ഫൈൻ. എല്ലാവരും ഫ്രീ ഫയറിൻ്റെ ആ ഒരു ആനിമി കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ട്രെയിലർ മാത്രമേ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കമ്പനികളാണെന്ന് നോക്കണം. നമ്മുടെ ഫ്രീ ഫയറിൻ്റെ കമ്പനി ഗരീന എക്സ് കഡാക്കോവ എന്നൊരു കമ്പനിയും കൂടെയാണ്, അല്ലെങ്കിൽ ആ സ്റ്റുഡിയോയും കൂടെയാണ് നമ്മുടെ ഫ്രീ ഫയർ ആനിമേഷൻ ചെയ്യണത്. സോ ആക്ച്വലി ഞാനൊരു ഫ്രീ ഫയർ പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 6 ഇയർ ഓൾഡ് 7 ഇയർ ഓൾഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ എന്താ കളി നിർത്തിയേക്കുവാണ്. ബിക്കോസ് അതിനെ പറ്റി ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. ആ റീസൺ വെച്ചാണ് ഒരുപാട് ഞാൻ കളിക്കുമായിരുന്നു. കളിച്ച് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ യൂഷ്വലി ഞാനപ്പോൾ ജസ്റ്റ് ഒരു 10 ദിവസത്തേക്ക് ഒരു 5 ദിവസത്തേക്ക് ബ്രേക്ക് എടുത്തു ഫ്രീ ഫയറിൻ്റെ. ഓക്കെ, ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വെറുതെ ബോറടിച്ചിരുന്നപ്പോഴാണ്, ഫോണൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് ഞാൻ ബ്ലൂ ലോക്കിൻ്റെ ഒരു കാര്യം കണ്ടത്. അപ്പോൾ ബ്ലൂ ലോക്ക് ആനിമി ഇല്ലേ നമ്മുടെ ബ്ലൂ ലോക്ക്, അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇത് കൊളാബറേഷനൊക്കെ നടന്നിട്ടുള്ളതാണ് ഫ്രീ ഫയറിൽ. അപ്പോൾ അതൊക്കെ ഓർത്ത് ഞാൻ ചുമ്മാ നോക്കി എപ്പിസോഡ് 1 കണ്ടു. അങ്ങനെയാണ് ആനിമി ലോകത്തിലേക്ക് വന്നത്. പിന്നീട് ബ്ലൂ ലോക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഒറ്റടിപ്പിനെ കണ്ടു തീർത്തു. പിന്നെ തൊട്ടാ നമ്മുടെ ഫ്രീ ഫയർ ഇങ്ങനെ ഫ്രീ ഫയറിൻ്റെ കളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കളിക്കുമ്പോൾ എനിക്ക് ആനിമി കാണാനൊരു മൂഡ് തന്നെ. അപ്പോൾ ആനിമി കാണാൻ തോന്നി. പിന്നെ കണ്ടത് ഡെത്ത് നോട്ട് കണ്ടു. അങ്ങനെ ഒരുപാടെണ്ണം കണ്ടു. പിന്നെയും വിചാരിച്ചെന്നാൽ തിരിച്ച് റിട്ടേൺ ബാക്ക് അടിച്ചായിരുന്നു ഫ്രീ ഫയറിലേക്ക്. പിന്നെ മനസ്സ് ആനിമിയിലേക്ക് തന്നെ വലിച്ചെടുത്തു. അങ്ങനെയാണ് ആനിമി ലോകത്തിലേക്ക് വിട്ടത്. പിന്നെ ഫ്രീ ഫയറിൻ്റെ കൈ ഒഴിഞ്ഞു. ഒരു കിടില അക്കൗണ്ടൊക്കെ ഉള്ളൊരു ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട് ഉള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രീ ഫയറിൽ ബ്ലൂ ലോക്കിൻ്റെ കൊളാബറേഷനൊക്കെ കണ്ടാണ് ഞാൻ ആനിമി ലോകത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആനിമി ലോകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ തിരിച്ച് പോകാനൊരു മനസ്സൊന്നുമില്ല. പിന്നെ കുറേ ആനിമീസ് കണ്ടു തീർത്തു. നാറുട്ടോ, വൺ പീസ് കണ്ടു തീർത്തിട്ട് വൺ പീസ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലീച്ചൊക്കെ കണ്ടു തീർത്തു. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഫ്രീ ഫയറിനെ പോലെ ആനിമി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രീ ഫയറിനെ പോലെ വെടി വെച്ചൊക്കെ നിൽക്കണേ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരുപാട് ആനിമി കണ്ടു. അങ്ങനെ കണ്ട ആദ്യത്തെ സിമിലർ ഫ്രീ ഫയർ ആനിമിയാണ് സ്വോർഡ് ആർട്ട് ഓൺലൈൻ. ഏകദേശം അങ്ങനത്തെ ഒരു ഗെയിം ഉണ്ട്. ആ ഗെയിമിനെ അഡാപ്റ്റ് ചെയ്ത് ഇറക്കിയേക്കണേ സ്വോർഡ് ആർട്ട് ഓൺലൈനാണ്. പിന്നീട് കണ്ടത് നോ ഗെയിം നോ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഗെയിം ആനിമി കണ്ടു. പിന്നെ ഗെയിം അഡാപ്റ്റേഷൻ ഞാൻ കണ്ടത് വേറെ സൈബർ പങ്ക് എഡ്ജ് റണ്ണേഴ്സ് കണ്ടു. സൈബർ പങ്ക് എഡ്ജ് റണ്ണേഴ്സ് ഒരു ഗെയിം അഡാപ്റ്റേഷനാണ്. അപ്പോൾ ഗെയിം അഡാപ്റ്റേഷനായ ഡെവിൾ മേ ക്രൈയും കണ്ടു. അങ്ങനെ ഒരുപാട് ഗെയിം അഡാപ്റ്റേഷൻ ഞാൻ കണ്ടു. അപ്പോഴും വിചാരിച്ചു ഇതൊന്നും അധികം ഫ്രീ ഫയറിനെ പോലെ എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ യൂട്യൂബ് നോക്കി സിമിലർ ലൈക്ക് ഫ്രീ ഫയർ എന്നൊക്കെ കളിച്ച് കുറേ നോക്കിയപ്പോൾ നമ്മുടെ ഗരീനയുടെ ഒഫീഷ്യൽ പേജിൽ ഫ്രീ ഫയറിൻ്റെ ആനിമിയുടെ ട്രെയിലർ 2 ദിവസം മുന്നേ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും വോയിസിന് ഇച്ചിരി കുറവായിരിക്കും. ഫ്രീ ഫയറിൻ്റെ ആനിമി ട്രെയിലർ ഇറങ്ങി എനിക്ക് ആ സെക്കൻഡിൽ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആ ട്രെയിലറും കണ്ടു. ഇപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് ആ ട്രെയിലറിന് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഒരു ഇതിൽ അത്യാവശ്യം നല്ലൊരു ട്രെയിലർ തന്നെയായിരുന്നു ഫ്രീ ഫയറിൻ്റെ ഒരു ആനിമി ട്രെയിലർ. പിന്നെ ഫുൾ ആനിമി എന്തായാലും ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. അത് മറ്റേ ഡെവിൾ മേ ക്രൈയിൽ 8 എപ്പിസോഡൊന്നും ഇരിക്കരുത്, ഒരു 35-50 എപ്പിസോഡൊക്കെ വന്നെ. അതും നല്ല കിഡിലൻ വിഷ്വൽസിൽ പുറത്തിറക്കിയാൽ മതി. എന്തായാലും കഡോക്കാവ തന്നെ മതി. ആ ഒരു സ്റ്റുഡിയോ തന്നെ ഡബ് ചെയ്ത് അല്ലെങ്കിൽ ശരിയാക്കി പുറത്തിറക്കിയാൽ മതി. എന്തായാലും അത്യാവശ്യം നല്ലതായിരിക്കണം എന്ന് മതി. എന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കിഡിലൻ ആനിമയുടെ കിഡിലൻ ഗെയിമിൻ്റെ ആനിമി അഡാപ്റ്റേഷൻ വരുന്നത്. അത് ട്രെയിലർ തന്നെ ഗൂസ് ബംസ് അടിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ റെക്കോർഡ് ഓഫ് റാഗ്നറോക്ക് എന്തായാലും ഇടാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ബിയിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ ഞാൻ 2 വീഡിയോ ഇട്ടിട്ട് മാത്രമായിരിക്കും റെക്കോർഡ് ഓഫ് റാഗ്നറോക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ റെക്കോർഡ് ഓഫ് ഈ വീഡിയോ ഇട്ടിട്ട് ഞാൻ അടുത്തിടാൻ പോകണം ഈ ബിഗിനേഴ്സിന് ആനിമി കണ്ടു തുടങ്ങണമെന്നില്ലേ, അതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണണം. അതുവരെ ബൈ.